ഇതുപോലെ തരിതരി ഉണ്ണിയപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ, റവ, അരിപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കാം. 3 പാളയംകുടംപഴം തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ശർക്കരപ്പാനി ഉപയോഗിച്ച് അടിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിന് പുളിപ്പ് രസമായിരിക്കും. അടിച്ചെടുത്തത് പൊടിയിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ബാക്കി ശർക്കര നീരും ഉപയോഗിച്ച് ഇളക്കാം. ശർക്കര നീര് ഒരിക്കലും ചൂടുള്ളത് ഒഴിക്കരുത്, ചൂടാറിയത് ഒഴിക്കണം. ശർക്കര നീര് ചൂട്ടോടെ ഒഴിച്ചാൽ പൊടി നൂറയ്ക്കും, ഉണ്ണിയപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ചട്ടി വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് നാളികേരം വറുത്തെടുക്കാം. ഞാനിവിടെ നാളികേരം കൊത്തല്ല, നാളികേരമാണ് വറുത്തെടുക്കുന്നത്. ഇതാണ് ടേസ്റ്റ്. ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് മിക്സിയിൽ അടിച്ചെടുക്കരുത്, തരിതരി നഷ്ടപ്പെടും. ഇനി വറുത്ത നാളികേരം ഇതിലേക്ക് ഇടാം. 1/4 ടീസ്പൂൺ വെള്ളം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 9 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചുട്ടെടുക്കാം. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം മാവ് കോരിയൊഴിച്ച് തീ കുറച്ചിട്ട് പകുതി വെന്തതിന് ശേഷം ഉണ്ണിയപ്പം മറച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ചട്ടിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം നോൺ സ്റ്റിക്കിൻ്റെയും ഒരെണ്ണം ഇൻഡാലിയത്തിൻ്റെയും. 2 ഉണ്ണിയപ്പത്തിനും 2 ടേസ്റ്റാണ് രണ്ടിലുണ്ടാക്കുന്നതിന്. മൊരിഞ്ഞ ഉണ്ണിയപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല തരിതരി ഉണ്ണിയപ്പാണിത്, ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും.